ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വയലിൻ കൊണ്ട് നാദവിസ്മയം സൃഷ്ടിച്ച നല്ലൊരു കലാകാരനായിരുന്നു ബാലഭാസ്കർ. അത്ര പെട്ടെന്ന് ആരും മറക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് ഇന്നും കൃത്യമായിട്ടുള്ള ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. പലതരത്തിലുള്ള ഇതിനെ മറനീക്കി സത്യം പുറത്തു കൊണ്ടുവരുന്ന തരത്തിലൊക്കെ വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിലും ആരൊക്കെ അതിനെ കൃത്യമായിട്ട് മറച്ചു വെക്കുന്നു, അല്ലെങ്കിൽ കൃത്യമായിട്ട് മറക്കപ്പെട്ടു പോകുന്നു, അത്തരത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഈ പറയുന്ന ബാലഭാസ്കർ ഏറ്റവും വിനയത്തോടുകൂടി മാത്രം, ഒരു പുഞ്ചിരിയോടുകൂടി മാത്രം എല്ലാ സദസ്സിലും നിൽക്കുന്ന ബാലഭാസ്കറിന്റെ മുഖം ആരും അത്ര പെട്ടെന്നൊന്നും മറക്കില്ല. അതിലപ്പുറത്തേക്ക് അദ്ദേഹം നൽകിയിട്ടുള്ള സംഗീത വിരുന്നുകൾ ഒരാളുടെ ചെവിയിൽ നിന്നും അകന്നു പോവില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ ലക്ഷ്മി, ആ മകൾ, ആ കുരുന്നിനെ ഒരുപാട് വർഷം നീണ്ടകാലത്ത് അവരുടെ പ്രതീക്ഷയുടെ ഫലമായിട്ട് അവർക്ക് ജനിച്ച ആ കുഞ്ഞുമൊത്ത് ഗുരുവായൂർ അമ്പലനടയിലേക്ക് പോകുന്നു. അതിനുശേഷം തിരിച്ചു വരുന്ന ആ സമയത്ത് അപകടമുണ്ടാകുന്നു. ആ അപകടത്തിന് ശേഷം പക്ഷെ പറഞ്ഞിട്ടുള്ള വെളിയിൽ വന്ന വാർത്തകൾ സ്റ്റീഫൻ ദേവസ്യ അവസാനമായിട്ട് അദ്ദേഹത്തിനെ അവിടെ കയറി കണ്ടു എന്ന് പറയുന്നു. പിന്നീട് അപ്പോഴൊക്കെ ഒരു ശുഭപ്രതീക്ഷ വരുന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് വരുന്നത്. അതിനുശേഷം ലക്ഷ്മി ജീവനോടെ ഉണ്ടായിരുന്നു, കുഞ്ഞും മരണപ്പെട്ടു പോകുന്നു. ലക്ഷ്മി പിന്നീട് വാ തുറന്നിട്ടേയില്ല. ഇതിനിടയിൽ അദ്ദേഹത്തിന്റെ കുടുംബം കൃത്യമായിട്ട് പോരാടുന്നത് കണ്ടു. അതായത് ഇതിൽ കൃത്യമായിട്ട് സ്വർണ്ണക്കടത്ത് ലോബിക്ക് എന്തോ പങ്കുണ്ട്, അല്ലെങ്കിൽ ഇത് മനഃപൂർവ്വം കൊന്നത് തന്നെയാണ്, ഇത് കൊലപാതകമാണ്. ഇത് നേരിട്ട് കണ്ട മറ്റൊരു മിമിക്രി ആർട്ടിസ്റ്റ്, അങ്ങനെ എന്തോ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം ഇതിൽ പലതരത്തിലും പല യൂട്യൂബ് ചാനലുകളിലും വന്ന് മറുപടി പറയുന്നതൊക്കെ കണ്ടു. പക്ഷേ ഇതൊന്നും ഒരു തരത്തിലുള്ള കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് മുഖവിലേക്ക് എടുക്കാൻ ആരും തന്നെ ശ്രമിച്ചില്ല എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇതിനകത്ത് അല്ലെങ്കിൽ അവർക്ക് സംശയം തോന്നിയതിൻ്റെ ഡ്രൈവറായിട്ടുള്ള അർജുൻ എന്ന് പറഞ്ഞത്, ആദ്യമേ അയാൾ കൊടുത്ത മൊഴി എന്ന് പറയുന്നത് ബാലഭാസ്കർ തന്നെയായിരുന്നു വണ്ടി ഓടിച്ചതെന്നുള്ളതായിരുന്നു. അതിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ആ വണ്ടിക്കകത്ത് പിന്നെ ആരും ബാക്കി നിൽക്കുന്നില്ല. കുഞ്ഞ് മരിച്ചു, ബാലഭാസ്കർ മരിച്ചു, ആകെ ഉണ്ടായിരുന്ന ലക്ഷ്മിയായിരുന്നു. അപ്പം ലക്ഷ്മിയും മരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കാം അത്തരത്തിലുള്ളൊരു വ്യാജ വാർത്ത, അല്ലെങ്കിൽ ഒരു കാര്യം കൊടുത്തേന്ന് പറയുന്നത്. പക്ഷെ പിന്നീട് ലക്ഷ്മി തന്നെ മൊഴി കൊടുക്കുന്നു അർജുനാണ് വണ്ടി ഓടിച്ചതെന്ന്. പിന്നീട് ഒന്ന് ആലോചിച്ച് നോക്കിയേ, അതുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണം, ഈ പറയുന്ന ക്രൈം ബ്രാഞ്ച് അന്വേഷണം നടക്കുന്നു. അതിനകത്ത് DYSP ഹരികുമാർ ഒരു ക്ലീൻ ചീറ്റ് അങ്ങ് കൊടുക്കുകയാണ് നമ്മുടെ ഈ പറയുന്ന അർജുൻ പയ്യന്. അതായത് അവൻ ഈ പറയുന്ന അങ്ങനൊന്നും ചെയ്യില്ല, അവനൊരു പാവത്താനാണ്, ഒരു നിഷ്കളങ്കനാണ്. അതുമല്ല, സ്വന്തമായിട്ട് തന്നെ വണ്ടി ഓടിപ്പിച്ച് ആക്സിഡന്റ് ഉണ്ടാക്കി സ്വയം ജീവൻ നഷ്ടപ്പെടുത്താൻ വേണ്ടി തരത്തിലുള്ള റിസ്ക് ആരെങ്കിലും എടുക്കുമോ? ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് അദ്ദേഹം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പക്ഷമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ. പിന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ നേരത്തെ ഉണ്ടായിരുന്ന കേസൊന്നും അത്ര വലിയതല്ല, ഒരു വീട് കയറി ആക്രമിച്ച കേസല്ലെന്നുണ്ടെങ്കിൽ ATM കവർച്ചയോ ബന്ധപ്പെട്ട കേസ്, ഇതൊന്നും വലിയ കാര്യമല്ല, അവനൊരു പാവത്താനാ എന്ന് പറഞ്ഞുകൊണ്ട് അത്രയും നിഷ്കളങ്കനാക്കി കെട്ടിച്ചമച്ച് തീർക്കാൻ, ആ ഒരു വാർത്ത ഇല്ലാതാക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥരിവിടെ ഉണ്ടെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിലപ്പുറത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ പേര് തിരുവനന്തപുരത്ത് ഒരു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തും പാവത്താൻ എന്ന് പറഞ്ഞിട്ട് ആ കേസിൽ നിന്ന് തലയൂരി പോവുകയാണ് ചെയ്തത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അച്ഛനും അല്ലെങ്കിൽ ബാക്കിയുള്ള സഹോദരങ്ങൾ, അങ്ങനെ കുറേ പേര് ഇതിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ടും ഒരു നീതിയും ലഭിച്ചില്ല. ഈ ചില സമയത്ത് പറയത്തില്ല, നമ്മൾ എത്ര തരത്തിലുള്ള കാര്യങ്ങളായാലും കള്ളത്തരങ്ങൾ അധികകാലം മൂടി വെക്കാൻ കഴിയില്ല, അത് പുറത്ത് വരിക തന്നെ ചെയ്യുന്നു. അതിൻ്റെ ഫലം എന്നോളായിരിക്കും ഇപ്പം പെരിന്തൽമണ്ണയിൽ നടന്നിട്ടുള്ള ആ ഒരു സ്വർണ്ണ കവർച്ച എന്ന് പറയുന്നത്. അതായത് വ്യാപാരി കൊണ്ടുവന്ന ആ ഒരു സ്വർണം എന്ന് പറഞ്ഞാൽ 3.5 കിലോയോളം സ്വർണം കവർന്ന കേസിൽ കുറച്ചധികം ആൾക്കാരെ പിടിച്ചിട്ടുണ്ട്. ആ പിടിച്ചതിലെ പ്രതിയാണ് അർജുൻ. വീണ്ടും ഇത്രയും തെളിവുകൾ മാത്രം പോരെ ഇവന്റെ ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ ഇവൻ എത്രത്തോളം ക്രിമിനൽ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഏതൊരു സാധാരണ മനുഷ്യൻ പോലും മനസ്സിലാക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഇത്രയും വലിയ റാങ്കിൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് അവനൊരു പാവത്താനായിട്ട്, അവൻ കുറേയിടത്ത് മനയിലെ പാവത്താനായിട്ടുള്ള ഒരു അർജുൻ ആക്കി ചിത്രീകരിക്കുന്നതിന് പിന്നിലുള്ള ആ ഒരു താല്പര്യം എന്താണെന്നുള്ളതാണ് മനസ്സിലാവാത്തതെന്ന് പറയുന്നത്. ഒന്നുകിൽ ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ആൾക്കാർ, സ്വർണ്ണക്കടത്തുമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്രയും വലിയ സ്വർണ്ണക്കടത്തിന് പിന്നിൽ ഇവിടെ തന്നെയുള്ള ഏറ്റവും പ്രശസ്തരായിട്ടുള്ള, ഏറ്റവും സമ്പന്നരായിട്ടുള്ള, ഏറ്റവും ആൾക്കാർക്ക് അറിയുന്ന ആരൊക്കെയോ തന്നെയാണ് ഈ വമ്പൻ സ്രാവുകൾ എന്ന് പറയുന്നത്. ആ സ്രാവുകളെ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ളവന്മാരെയൊക്കെ മുന്നിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിലുള്ള ആൾക്കാർ വെളിയിൽ വരുമെന്നുള്ള പേടിയോ ഭയവും കൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള അർജുനെ പോലുള്ള ഈ പാവത്താന്മാരെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി ഈ ഉദ്യോഗസ്ഥരൊക്കെ ശ്രമിക്കുന്നത്. അല്ലാതെ പിന്നെ എന്താ പറയുന്നത്? പക്ഷേ ഇവൻ്റെയൊക്കെ പേരിൽ ഇത്രയധികം കേസുകൾ പിന്നെയും പൊക്കിക്കൊണ്ട് വന്നിട്ട് ഈ ഒരു കേസ്, അതായത് ബാലഭാസ്കറിന്റെ മരണം ഇങ്ങനെ വീണ്ടും ചർച്ചയാക്കപ്പെടണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരർത്ഥമേ ഉള്ളൂ. ആ ആത്മാവിന് ഇന്നും ഗതികെട്ടി കാണത്തില്ല, അല്ലെങ്കിൽ ആത്മാവ് ഇന്നും തേടി നടപ്പുണ്ടായിരിക്കും അദ്ദേഹത്തിന് ശാന്തി കിട്ടാൻ വേണ്ടി, കൃത്യമായിട്ട് അദ്ദേഹത്തിനെ കൊന്നത് ആരാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, സ്വാഭാവികമായിട്ട് അത് വെളിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതായിരിക്കണമല്ലോ ഈ കേസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ ഒന്ന് സ്വാഭാവികമായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് എപ്പോഴേ മണ്ണിനടിയിൽ അല്ലെങ്കിൽ മുങ്ങിത്താന്ന് പോകുന്ന ഒരു കേസാണ്. പക്ഷെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മപ്പെടുത്തൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അത് ഓരോ വർഷത്തിലും ഇങ്ങനെ വരുന്നത് പോലെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് പിന്നിൽ ഈ ഇത്രയും വലിയ
ഇങ്ങനൊരു ക്രിമിനലിനെ അദ്ദേഹത്തിൻ്റെ ഡ്രൈവറാക്കി എടുക്കുന്നു. അതിനുശേഷം അദ്ദേഹം സഞ്ചരിച്ച വണ്ടിയിൽ ഇത്തരത്തിലൊരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നു. അവനൊന്നും സംഭവിക്കാതിരിക്കുന്നു. പിന്നെ കള്ളത്തരങ്ങൾ പറയുന്നു. പോലീസ് അന്ന് പറഞ്ഞ കാര്യം അവന് ചെറിയായിട്ട് ഓർമ്മക്കുറവുണ്ടെന്നുള്ള തരത്തിലൊക്കെയാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. അപ്പം ഇത്രയും പാവത്താൻ ക്രിമിനൽ കേസുകളിൽ പെട്ടവരൊക്കെ സ്വർണ്ണക്കടത്ത് ലോബിയുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ പാവത്താന്മാരാണല്ലോ. ഇപ്പം അങ്ങനെയാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ഇത് കൃത്യമായിട്ട് അവർ ഈ പറയുന്ന സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ലോബിയുമായി സംബന്ധിച്ച എന്തൊക്കെയോ കാര്യത്തിൽ കൃത്യമായിട്ട് ഇദ്ദേഹത്തിനെ പെടുത്തിയത് തന്നെയാണ്. കൊല്ലാൻ ഉദ്ദേശിച്ചുകൊണ്ട് മനഃപൂർവ്വമായിട്ടുള്ള ഒരു കൊലപാതകം തന്നെയാണ് അവിടെ നടത്തിയെന്ന് പറയുന്നത്. അതിൽ കൃത്യമായിട്ട് ഈ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ അർജുൻ്റെ പങ്കെന്ന് പറയുന്നത് കൃത്യമായി തെളിയിക്കപ്പെടാൻ പറ്റുന്ന ഒന്നാണ്. പക്ഷെ അത് തെളിയിക്കേണ്ട ആൾക്കാർ അതിനുവേണ്ടി മുതിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. ഈ ലക്ഷ്മി അതിനുശേഷം എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് പിന്നിൽ വലിയ വലിയ സത്യങ്ങൾ കാണാം. അതിന് പിന്നിൽ അല്ലെങ്കിൽ അതൊരു ഷോക്കായി മാറിയതിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ പേടിപ്പെടുത്തലായിരിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിന് പിന്നിലുണ്ടായിരിക്കും. ഒരുപാട് പേര് ചോദിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ലക്ഷ്മി ഒന്നും പറയാത്തത്, എന്താ ലക്ഷ്മി മിണ്ടാതിരിക്കുന്നത്, എന്താ ലക്ഷ്മി മൗനം പാലിക്കുന്നതെന്ന്. ഒരുപക്ഷെ ആ ഏറ്റവും പ്രിയപ്പെട്ട ഭർത്താവും തൻ്റെ ആ കുഞ്ഞും മരിച്ചു പോയപ്പോൾ അല്ലെങ്കിൽ നേരിട്ട് എന്തോ കണ്ടതിൻ്റെ ഷോക്കിലായിരിക്കും. അതല്ലെങ്കിൽ ഇവന്മാരുടെ പേരിൽ നിന്ന് ഇപ്പോഴും ഒരുപക്ഷെ ഭീഷണി എപ്പോഴെങ്കിലും അവരുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടാവും. ഇതിൻ്റെ പേരിലായിരിക്കും അവർ ആ മൗനം പാലിക്കുന്നതെന്ന് പറഞ്ഞാൽ മറ്റാരുടെയെങ്കിലും ജീവൻ അപകടത്തിൽ പെടും എന്നുള്ളത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ. അങ്ങനെ പല ചാൻസസും ഉണ്ട്. കാരണം ആ ഒരു ഡ്രൈവർ അന്ന് അവൻ്റെ പേരിൽ സംശയം ഉണ്ടായിരുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ, അത് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന് അത്രയും DYSP ലെവലിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ക്ലീൻ ചീറ്റ് കൊടുക്കുന്നതെന്ന് പറയുന്നത്. അവൻ്റെ പേരിലാണ് നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയായിട്ട് വീണ്ടും വീണ്ടും പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലൊക്കെ പിടിക്കപ്പെടുന്ന ആൾക്കാർക്ക് വീണ്ടും വീണ്ടും ഈ സിമ്പിളായിട്ട് ഈ പറയുന്ന ഇറങ്ങിപ്പോകുന്നത് എന്തുകൊണ്ടാണെന്ന് മാത്രം മനസ്സിലാവുന്നത്. അതായത് സ്വർണ്ണക്കടത്തെന്ന് പറയുന്നത് ഒരു വലിയ തെറ്റല്ലേ ഈ രാജ്യത്തെന്നാണ് എനിക്ക് മനസ്സിലാവാത്തതെന്ന് പറയുന്നത്. പക്ഷെ പറഞ്ഞു വെക്കുന്ന സമയത്ത് ഇത് വലിയ എന്തോ ഭീകരവാദ കുറ്റം പോലെ അല്ലെങ്കിൽ ഈ പറയുന്ന എന്തോ വലിയൊരു സംഭവം പോലെയൊക്കെയാണ് ഈ മീഡിയക്കകത്തൊക്കെ നമ്മൾ കേൾക്കുന്നത് അല്ലെങ്കിൽ വായിച്ചറിയുന്നത്. പക്ഷെ അതിൽ പ്രതിയാക്കപ്പെടുന്ന ആൾക്കാരൊക്കെ സിമ്പിളായിട്ട് ഊരി പോകുന്നതും അവരൊക്കെ വീണ്ടും വീണ്ടും ഇതേപോലെ പ്രവർത്തികൾ തന്നെ മുതിരുന്നതും കാണാൻ കഴിയുന്നുണ്ട്. അപ്പം ഇവിടെ എന്ത് തരത്തിലുള്ള ഈ പറയുന്ന ഇതിനെതിരെയുള്ള പ്രവർത്തനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ പറയാം. കാരണം ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ ഒരാഴ്ച എടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം ഇത്തരത്തിലുള്ള കവർച്ചകളാണ് കാണാൻ കഴിയുന്നത്. ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് എത്രയോ വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ അർത്ഥം ഒന്നേ ഉള്ളൂ, ഇതിൻ്റെ പിന്നിൽ നമ്മുടെ രാജ്യത്ത് നടത്തുന്ന സ്വർണ്ണക്കടത്തിൻ്റെ പിന്നിൽ, വലിയ തോതിലുള്ള സ്വർണ്ണക്കടത്തിൻ്റെ പിന്നിൽ കൃത്യമായിട്ട് ഇവിടെ ഉള്ള ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ആർക്കും തൊടാൻ പറ്റാത്ത ഏറ്റവും പ്രബലരായിട്ടുള്ള ശക്തികൾ തന്നെയാണ്. അവരെ തൊടാൻ ഇവിടുത്തെ നിയമത്തിനും പേടിയാണ്, പോലീസിനും പേടിയാണ്, ബാക്കി എല്ലാവർക്കും പേടിയാണ്. സ്വാഭാവികമായിട്ടും ബാലഭാസ്കറിൻ്റെ മരണം അല്ലെങ്കിൽ കൊലപാതകം അതിൽ താഴ്ന്നു പോവത്തേ ഉള്ളൂ. അവരെ ഒന്നും തൊടാൻ ആർക്കും കഴിയില്ല, എല്ലാവർക്കും പേടിയാണ്. അതുകൊണ്ട് തന്നെ ഇനി എത്ര തവണ ഈ അർജുൻ എന്ന് പറയുന്നവനെ പിടിച്ചാലും വീണ്ടും വീണ്ടും അവനൊക്കെ ഊരി പോന്നുകൊണ്ടേയിരിക്കും. ഇതുപോലുള്ള കേസുകൾ ഇനി ആവർത്തിക്കപ്പെടുന്ന സമയത്ത് മാത്രം ഒരു വാർത്തയായി മാത്രം ഇങ്ങനെ നിറയും. ബാലഭാസ്കറിനെ കൊന്നതാണോ എന്നൊരു ചോദ്യം. അതിലപ്പുറത്തേക്ക് ഇതിലൊന്നും കണ്ടെത്താൻ പോകുന്നില്ല. ഇതും ഇങ്ങനെ ADMൻ്റെ കൊലപാതകം പോലെ ആത്മഹത്യയാക്കാൻ ശ്രമിക്കുന്നത് പോലെ തന്നെ തുടരും.